അടിവസ്ത്രം എടുത്തുകൊണ്ട് പോകുന്ന പിശാചുക്കളുണ്ട്. അലക്കാനിട്ടിട്ട് കാണുന്നില്ല. അപ്പോൾ ഒരു തവണ ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, അച്ചോ അടിവസ്ത്രം അലക്കാനിട്ടാൽ പലതും കാണുന്നില്ല എന്ന്. പിശാചിൻ്റെ ഉപദ്രവമാണ്, അതൊന്ന് മാറ്റിത്തരാമോ അച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, നീ അടിവസ്ത്രം അലക്കാനിട്ടിട്ട് അലക്കി ഉണക്കാനിട്ടിട്ട് നീ ഒരു മൂലയ്ക്ക് പോയി ഭംഗിയിരുന്നു ഒരു ചൂലും കൈ പിടിച്ചുകൊണ്ട്. അവളൊരു ചൂലും കെട്ടും കൈ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തേക്കും പിശാച്, അങ്ങേ വീട്ടിലെ പിശാച് പമ്മി വന്നു, കൊടുത്തു 2. അതോടുകൂടി അതും തിന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവണതയുള്ള വ്യക്തികളുണ്ട്. അത് കൊണ്ടുപോവുക, സൂക്ഷിക്കുക, മണത്ത് നോക്കുക, ഇങ്ങനെയുള്ള ഒരു വൈകല്യമുള്ള വ്യക്തികളുണ്ട്. ഇതൊരു മാനസിക വൈകല്യമാണ്, ലൈംഗിക വൈകല്യമാണ്. ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട് പ്രാർത്ഥന, ജീവിത പരിശീലനം, അതുപോലെ തന്നെ യോഗ, കൃത്യനിഷ്ഠ, ഒരു കുമ്പസാരം, കുർബാന, ജീവിത നവീകരണം, ഇതിലൂടെയൊക്കെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. കർത്താവേ, ഈ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവിലേക്ക് തിരിച്ചു വന്ന് നന്മ ചെയ്യുവാനുള്ള ശക്തി ഇവർക്ക് നൽകണമേ. ഇങ്ങനെയുള്ള അസ്വസ്ഥയുള്ള വ്യക്തികൾ ഫോണിൽ വിളിച്ചാൽ സഹായിക്കാം. 9447465414. കർത്താവേ, ഇവരെ ശക്തിപ്പെടുത്തണം. എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. അവിടുത്തെ ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.